ഹലോ ഗൈസ്, ശ്രീ ഹിയർ. സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഞാൻ രണ്ടൂന്ന് കാര്യം ആദ്യമേ പറയാം. ഒന്ന്, ഗൈസ്, ഈ വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഒരുപാട് പേര് ട്രിഗേർഡ് ആവും, ഒരുപാട് പേര് ചീത്ത വിളിക്കും, ഒരുപാട് പേര് വേറെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. കാരണം പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം, ഇന്ന് ഇവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഫോൺ ഞാൻ പൈസ മേടിക്കാതെ ഉള്ള കാര്യമാണ് പറയണത്. ഹെയ്റ്റ് ആണെന്ന് നിങ്ങൾക്ക് തോന്നിയ ഹെയ്റ്റ് ആണ്. എൻ്റെ പണി ഇതാണ്. കൊള്ളത്തില്ലാത്ത ഫോൺ കൊള്ളത്തില്ല എന്ന് പറയാം, കൊള്ളൂന്ന് പറയും ഫോൺ കൊള്ളൂന്ന് പറയും. ഇതാണ് എൻ്റെ ജോലി യൂട്യൂബിൽ അറ്റ്ലീസ്റ്റ് വന്ന. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ, ഇതും 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 ഒക്കെ അതാര അഡ്വാൻമെൻറ്റ്സ് എന്ന് പറഞ്ഞ പേജിൽ നിന്ന് നമുക്ക് അയച്ചു തന്നെ. ഗൈസ്, അവർക്ക് നല്ല വെരി പ്രീമിയം സാധനങ്ങളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുണ്ട്. താങ്ക് യു എ ലോട്ട് ബ്രോ, താങ്ക്സ് ഫോർ ദ ഗിഫ്റ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഗൈസ്, ലിങ്ക് താഴെ ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യും. ഇനി നമുക്ക് ഫോണിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ഇതാണ് Vivo S2 കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും പറ്റിയ ഫോണല്ല. എന്നാൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ ശരിക്കും ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നില്ല. ആൻഡ് ഇത് കേട്ട് റേജ് ബേറ്റ് ആവാതെ, ഇത് കേട്ട് ഞാൻ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ് ഇത് ഞാൻ വീണ്ടും വിൽക്കാം. ഞാൻ ഇത് എൻ്റെ കാശ് കൊടുത്ത് മേടിച്ച് ഇത് വിൽക്കുന്ന ഫോണാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, നിങ്ങളാരും എൻ്റെ കണക്ക് മണ്ടത്തരം കാണിക്കരുത്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ 40,000 രൂപയ്ക്കകത്ത് ഈ ഫോണിനകത്ത് എന്തുള്ളത് ഞാൻ പറഞ്ഞുതരാം. ബോഡി ആൻഡ് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. പ്ലാസ്റ്റിക് അല്ലെങ്കിൽ ഗ്ലാസ് ഫ്രണ്ടാണ്. ഏത് ഗ്ലാസ് ആണെന്ന് വെച്ചാൽ ഏത് ഗ്ലാസ് ആണെന്ന് അവർക്കും അറിയത്തില്ല. ഒരു വെബ്സൈറ്റിൽ കൂടുതൽ ഒരു തേങ്ങയും കൊടുത്തിട്ടില്ല. 9H സ്കെയിൽ ഹാർഡ്നെസ് ഉള്ള ഗ്ലാസ് ആണെന്നേ ഉള്ളൂ. ഗൊറില്ല അല്ല, അവരുടെ പ്രൊപ്പറേറ്ററി ജർമ്മൻ ടെക്കും അല്ല, വിവോയുടെ ഒരു തേങ്ങയല്ല. ബാക്കിൽ പക്ക പ്ലാസ്റ്റിക്, റെയിൽസ് പക്ക പ്ലാസ്റ്റിക്. 40,000 രൂപയാണ് നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, പക്ഷേ നമുക്കത് ക്ഷമിക്കാം. കാരണം ഇതിനകത്ത് IP69 പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിലിറ്ററി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനും ഡ്രോപ്പ് റെസിസ്റ്റൻസും ഒക്കെ ഉണ്ട്. ഫോൺ ആക്ച്വലി നല്ല ബിൽട്ടാണ്. നല്ല കാര്യം നല്ലോണം പറയണമല്ലോ. മെറ്റീരിയൽസ് ഒന്നും ഭയങ്കര ക്വാളിറ്റി അല്ലെങ്കിലും കാണാനും പിടിക്കാനും ഒക്കെ അത്യാവശ്യം മെനയുണ്ട്. നമ്മളെ ബാക്കിൽ ഐഫോൺ എയർ ഇൻസ്പയർഡ് ആയുള്ള ഒരു ലുക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ കാര്യത്തിലൊക്കെ വിവോ യു ഹാവ് ഡൺ എ ഗുഡ് ജോബ്. പക്ഷെ മെറ്റീരിയൽസ് അബ്സല്യൂട്ട്ലി ക്രാപ്പിയാണ്. പിന്നെ വേറൊരു കാര്യം പറയണം, ഫോൺ റിലേറ്റീവ്ലി തിന്നാണ്. അത് നമുക്ക് ബാറ്ററി സെഗ്മെന്റിൽ പറഞ്ഞു വരുമ്പോൾ ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. രണ്ടാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വെച്ചാൽ ആമോലെഡ് പാനലാണ്. 120 Hz ഉണ്ട്. അതേപോലെ 3000 പീക്ക് ബ്രൈറ്റ്നസ് ഉണ്ട്. വെയിലത്തൊന്നും പോകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 40,000 രൂപയ്ക്കകത്ത് ഏത് ഫോൺ എടുത്താലും ഇതൊക്കെ കാണും. ഓക്കെ, അതവിടെ വെക്കുക. അപ്പോൾ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന് സ്പീക്കേഴ്സ് നല്ല രസമുണ്ടോ. ഗെയിം കളിക്കാനാണെങ്കിലും വീഡിയോ ആണെങ്കിലും വെരി വെരി ഗുഡ് സ്പീക്കേഴ്സ്. പക്ഷേ ഹാപ്റ്റിക്സ് വളരെ ബിലോ ആവറേജ് ആയിട്ടായിരിക്കും. ഇതിൻ്റെ വൈബ്രേഷൻ മോട്ടർ, ആ ടാക്ടൈൽ ഫീഡ്ബാക്ക് ഒന്നും എനിക്ക് കിട്ടിയതേ ഇല്ല. അതുകൊണ്ട് ഒരു പ്രീമിയം ഫീലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല. സത്യസന്ധമായിട്ട് വൈബ്രേഷൻ മോട്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ പറയാം. ഇനി നമുക്ക് ഡിസ്പ്ലേയുടെ അകത്തുള്ള കാര്യങ്ങളേക്ക് വരുമ്പോഴാണ് എനിക്ക് കുരു പൊട്ടുന്നത്. ഡിമെൻസിറ്റി 7360 ടെർബോ എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. ഇത് പ്രൊപ്പറേറ്ററി നിങ്ങൾ ഏതൊക്കെ ഫോണിന് നോക്കിയാൽ, ഞാൻ സത്യസന്ധമായിട്ട് പറയാം, വിവോയുടെ ഒരുപാട് ലൈനപ്പിനകത്ത് ഈ ചിപ്സെറ്റ് ഉണ്ട്. ഇതിൻ്റെ ക്ലസ്റ്റർ അറേഞ്ച്മെൻറ്റ്സ് നോക്കിയാൽ, ഇതിൻ്റെ കോർ പെർഫോമൻസ് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് വലിയ തേങ്ങയൊന്നും അല്ല. സത്യം പറയാമല്ലോ, ഈ 40,000 രൂപയ്ക്ക് ഡിമെൻസിറ്റി 8000 സീരീസ് ചിപ്സെറ്റ് കൊടുക്കുന്നുണ്ട്. അതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് വലിയതൊന്നും എനിക്ക് തോന്നുന്നില്ല, സത്യസന്ധമായിട്ട് പറയാം. ഗൈസ്, ഒരു കാര്യം, നിങ്ങൾക്ക് കണ്ടന്റ് ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ശരിക്കും ആ ലൈക്കും ആ സബ്സ്ക്രൈബും എന്നെ ഒന്ന് ഹൈപ്പ് ചെയ്താണെങ്കിൽ എനിക്കൊരു നല്ല ഭയങ്കര ഗുണം. എന്നെ ഇതുപോലെ ജെനുവിൻ യൂസ്ഫുൾ ടെക് പ്രോഡക്ട്സിൻ്റെ റിവ്യൂ ഞാൻ ചാനൽ കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് പ്ലീസ് സപ്പോർട്ട് മീ ഗൈസ്. എനിക്ക് ഭയങ്കര ഗുണം. താങ്ക് യു. പിന്നെ എൻ്റെ മാലിയുടെ G615 MC2 എന്ന് പറഞ്ഞ GPU ആണ്. ആ GPU നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന ഏത് പ്രോസസ്സറിലാണെന്ന് ഞാൻ പറയുന്നത്. പക്ഷേ 20,000 രൂപയ്ക്ക് താഴെയുള്ള പ്രോസസ്സേഴ്സ്, അറൗണ്ട് 25,000 രൂപയ്ക്ക് താഴെയുള്ള പ്രോസസ്സേഴ്സിൻ്റെ സെയിം GPU ആണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. വേറെ കാര്യം, UFS 3.1 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഈ പ്രോസസ്സറിന് അവർക്ക് ഒരു 8000 സീരീസ് പ്രോസസ്സർ കൊടുക്കാം. ഇതൊരു S എന്ന് പറയുന്ന വിവോയുടെ ടിയർ എന്ന് പറയുന്ന വൈനെക്കാട്ടിയും അപ്ഗ്രേഡഡ് എന്നാൽ ആ ഒരു വീൻ്റെ അത്ര എത്തിയിട്ടുമില്ല. പക്ഷേ പ്രോസസ്സറിനകത്ത് നിങ്ങൾ ഇച്ചിരി കൂടെ അപ്ഗ്രേഡ് ചെയ്യണം. കാരണം എനിക്ക് ഈ ഫോൺ ഇവരെങ്ങനെ പ്ലേസ് ചെയ്തേക്കുന്നത് മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ ക്യാമറ അബ്സല്യൂട്ട്ലി 40,000 രൂപയ്ക്ക് ഒരു ക്യാമറയേ ഉള്ളൂ. ഒറ്റ ക്യാമറ എന്ന് പറഞ്ഞാൽ വിവോയുടെ GSM ഞാൻ നോക്കുമ്പോൾ ഇത് ഓക്സിലറി ക്യാമറ ആണ്. ഇതിൻ്റെ ഗുണം എന്തോന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്തോ അല്ല, അബ്സല്യൂട്ട്ലി യൂസ്ലെസ് ക്യാമറ ആണെന്ന് എനിക്ക് പറയാം. എനിക്ക് എന്തോ സത്യം പറഞ്ഞാൽ ഇതുവരെ മനസ്സിലായില്ല. ഇത് 2 MB ഓക്സിലറി ക്യാമറ, 2 MP 2003 ഇറങ്ങിയാന്ന് തോന്നുന്നു. എന്തോ അല്ല, ഒരിക്കുന്ന 50 MP സോണിയുടെ IMX സെൻസറാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ല. നിങ്ങൾക്ക് ടിപ്പിക്കൽ വിവോയിൽ കിട്ടുന്ന ഫോട്ടോസാണ്. ക്രിസ്പി, പഞ്ചി, ക്ലിയർ, നല്ല സ്കിൻ ടോണൊക്കെ കിട്ടും. പക്ഷേ 40,000 രൂപയ്ക്കകത്ത് നമ്മൾ ആകെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്തുവാണ്,
നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്ന ടെലിഫോട്ടോ സെൻസർ ഇല്ല എന്ന് പറഞ്ഞു. ഇതിനകത്ത് വൈഡ് ആംഗിളും ഇല്ല, ടെലിഫോട്ടോ ഇല്ല. അതുകൊണ്ട് ആ ഒരു പ്രശ്നം നിങ്ങൾ ആലോചിക്കേണ്ടത്. രണ്ടാമത്തെ സാധനം, നിങ്ങളത് വീഡിയോ എടുക്കുമ്പോഴാണ് ഞാൻ ഭയങ്കര ശ്രദ്ധിച്ചത്. വീഡിയോയ്ക്കകത്ത് എനിക്ക് OIS ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്യാവശ്യം ഷെയ്ക്കി വീഡിയോസാണ്. അത് നിങ്ങൾ യൂട്യൂബിൽ എത്ര കണ്ടെന്ന് മനസ്സിലാവുന്ന അറിയത്തില്ല. കാരണം ഇവർ സ്പെക്ക് ഷീറ്റൊക്കെ ഞാൻ തിരഞ്ഞ് പിടിച്ച് സ്പെക്ക് ഷീറ്റിൻ്റെ അകത്ത് തപ്പി പിടിച്ച് നോക്കുമ്പോൾ ജൈറോ EIS മാത്രമേ എനിക്ക് കാണാൻ പറ്റുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ജൈറോ ഡേറ്റ എടുത്ത് ഇലക്ട്രോണിക്കലി സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഗിമിക്ക് പോലത്തെ ഒരു സാധനമാണ്. ഇറ്റ് വർക്ക്സ്, പക്ഷേ OIS ഇല്ല. അതുകൊണ്ട് എനിക്ക് സ്റ്റെബിലിറ്റി ഡൗട്ട് ഉണ്ടായിട്ടാ തോന്നിയത്. സോ ക്യാമറ ഡിപ്പാർട്ട്മെന്റിൽ ആബ്സല്യൂട്ട് ദി ബെസ്റ്റ് ആണ്? നോ. ഈ പ്രൈസ് റേഞ്ചിൽ വേ ബെറ്റർ ക്യാമറ സിസ്റ്റം ഉണ്ട്. പെർഫോമൻസ് സെഗ്മെന്റിൽ ആബ്സല്യൂട്ട് ദി ബെസ്റ്റ് ആണോ? നോ, വേ ബെറ്റർ പെർഫോമൻസ് ഉണ്ട്. പിന്നെ 40,000 രൂപയ്ക്ക് നിങ്ങൾ കീപ്പ് ഇൻ മൈൻഡ് ഓൾസോ, ഇത് 128 GB ആയിട്ടോ വരുന്നത്, അതല്ലാതെ 256 ഒന്നുമല്ല. എനിക്ക് ഇവരിത് പ്ലേസ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. സി ഗൈസ്, ഡിസ്പ്ലേക്ക് കേർവച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. സി നമ്മളിപ്പം ഇതെടുക്കുകയാണെങ്കിൽ കേർവച്ചറൊക്കെ ഇവിടെ ഉണ്ട്, അതൊക്കെ നല്ല രസമാണ്. പക്ഷെ എന്നാൽ ഇവർ പ്ലേസ് ചെയ്തേക്കുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഡിസ്പ്ലേയുടെ ഈ കാര്യത്തിനകത്ത്. വേറെ കാര്യം എനിക്ക് എടുത്തു പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇതിനകത്ത് ആകെ കൊള്ളാവുന്നൊരു സാധനം എന്ന് പറഞ്ഞാൽ ബാറ്ററി ലൈഫാണ്. 7050 mAh ഈ സ്ലിം ഫോം ഫാക്ടറി ഒരു ബാറ്ററി ലൈഫ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പറയാണ്ടിരിക്കാൻ, ദാറ്റ് ഈസ് എ ഗുഡ്. അത് അത്യാവശ്യം സ്ലിം ഫോൺ ഫാക്ടർ ആട്ടോ. അതിനകത്ത് 7050 mAh ബാറ്ററി ലൈഫും 44 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. പക്ഷേ വിവോ ഇത് ഏത് ഓഡിയൻസിന് ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. ഇവരുടെ V-Series V70 ഒക്കെ എന്ന് പറഞ്ഞാൽ പെർഫോമൻസ് അത്രയ്ക്കില്ല. ഞാൻ അന്ന് നെഗറ്റീവ് പറയുമ്പോൾ എന്നെ കമൻറ്റിൽ കയറി വിളിക്കും. പക്ഷെ അതിനും വേണ്ടി എനിക്ക് ക്യാമറ ഉണ്ടായിരുന്നു. ഇതിനകത്ത് ക്യാമറ ഒറ്റ സെൻസറേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ടും എനിക്കിത് ഇവർ പ്ലേസ് ചെയ്തേക്കുന്നത് മനസ്സിലായില്ല. ഓക്കെ ശരി, ബാറ്ററി ചാമ്പ് ആണെങ്കിൽ ഒരു പവർ ഹങ്കർ യൂസർ അല്ലെങ്കിൽ ഹെവി യൂസറിന് പറ്റുന്നൊരു പെർഫോമൻസ് കൊടുക്കും. അല്ലെങ്കിൽ 40,000 രൂപയ്ക്കകത്ത് നിങ്ങളൊരു 256 GB ബേസ് സ്റ്റോറേജ് കൊടുക്കുക. ഇതൊന്നും കൊടുക്കാത്ത എനിക്ക് പ്രീമിയം ഫീൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കൈ പിടിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഫോണാണെന്ന് മനസ്സിലാവും. പിന്നെ എഡ്ജ് റൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞാൽ അവരുടെ കഴിഞ്ഞ വർഷത്തെ പാനൽ ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. ഈ വർഷത്തെ ടെക്നോളജി അല്ലെ പാനൽ കോൺഫിഗറേഷൻ വെച്ച് മിക്ക ഫോണിനും ഒരു പ്രീമിയം ഫോണിനും കോർണർ കേർവ്ഡ് ഗ്ലാസ് തേങ്ങയൊന്നും ഇല്ല. അത് കയ്യിൽ വീണ പൊട്ടിയ പാടാണ്, റിപ്പയർ ചെയ്യാൻ പാടാണ്, കൊണ്ടു നടക്കാനും പാടാണ്. അതുകൊണ്ട് ഇതൊരു കഴിഞ്ഞ വർഷത്തെ എന്തൊക്കെയൊക്കെയോ എടുത്ത് കമ്പയർ ചെയ്ത് S2 എന്നും പറഞ്ഞൊരു ഫോൺ ഇറക്കി. പ്ലേസിങ് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആകെ കൊള്ളാവുന്ന ബാറ്ററി ലൈഫാണ്, വേറെ ഒന്നും എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ മിലിറ്ററി ഡ്യൂറബിലിറ്റി ഉണ്ടെന്ന് പറയുന്നു. ഗൈസ്, ഓറ ലൈറ്റ് ഉണ്ട് കേട്ടോ, മറ്റേ ടെമ്പറേച്ചർ മാറുന്ന ലൈറ്റ് ഉണ്ട്. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. 40,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അറിയാം മാർക്കറ്റ് കണ്ടീഷൻസ് ഒക്കെ ഭയങ്കര ബാഡാണ്. മാർക്കറ്റ് കണ്ടീഷൻസ് നിങ്ങൾ വിചാരിക്കുന്നതാണെങ്കിൽ പുഷ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷേ എന്നാലും ഞാൻ പറയാൻ പോവുക, നിങ്ങൾ മോട്ടോ എടുത്ത് നോക്ക്, ഐക്കോ എടുത്ത് നോക്ക്, ഇഷ്ടം പോലെ വേ ബെറ്റർ വാല്യൂ ഫോർ മണി ഫോൺസ് ഉണ്ട്. വിവോയുടെ തന്നെ പ്രൊപ്രൈറ്ററി അല്ല സബ് ബ്രാൻഡായിട്ട് ഐക്കോ വരും. എന്തിന് നിങ്ങൾ നത്തിങ് നോക്കി പ്രൈസ് റേഞ്ചിന്, നത്തിങ് 30,000 രൂപയ്ക്ക് ഇതിനകത്ത് വാല്യൂ തരുന്ന ഫോണുകളുണ്ട്. സോ ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. വിവോ ചേട്ടന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചേട്ടന്മാരെ ഇത്ര പേരോട് നല്ല ഫോൺ ഇറങ്ങിയാൽ ഞാൻ നല്ലത് തന്നെ പറയുന്നത്. നിങ്ങൾ X300 Pro, X300, X300 Ultra കുറിച്ച് ഞാൻ തന്നെ എത്ര എണ്ണം വിറ്റിട്ടുണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക വിൽക്കാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഇതൊരു കൺഫ്യൂസ്ഡ് ഊളത്തരമാണ്. വിവോ ഇതെങ്ങനെ പിച്ച് ചെയ്യാൻ പോകുമെന്ന് എനിക്കറിയത്തില്ല. ആൻഡ് എനിക്ക് വേറെ കാര്യം ഉറപ്പാണ്, ഇത് ഒരുപാട് സെയിൽസും പോകും, വേറെ തലയടിച്ച് കൊടുക്കാൻ പോവുക. സോ ഗൈസ്, ശ്രീ ഹിയർ. എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. നെഗറ്റീവ് പറഞ്ഞു അടുത്ത് ഗൈസ്, വിവോ ഗിവ് മി എ ഗുഡ് ഫോൺ. എനിക്ക് നിങ്ങളുടെ ക്യാമറ സിസ്റ്റത്തിനെയൊക്കെ പൂഴ്ത്തി അടിക്കാൻ ഒരു ഫോൺ താ. ടോക്ക് ടു ഗൈസ് ലേറ്റർ. ലവ് യു, ബൈ.